Hello മക്കളെ, അപ്പോൾ നമ്മൾ ഇന്നലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലേ 2021 മുതൽ 23 വരെയുള്ള സേ എക്സാമിൻ്റെയും മോഡൽ എക്സാമിൻ്റെയും ബോർഡ് എക്സാമിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എന്തൊക്കെയാണ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല, ലാസ്റ്റ് മൊമെൻ്റ് ആയി, ഇനിയിപ്പോൾ നാളെയാണ് പരീക്ഷ, ഒന്നും പഠിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് പഠിച്ചിട്ട് നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാനും പറ്റും, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും കേട്ടോ. പഠിച്ചവരാണെങ്കിൽ, കംപ്ലീറ്റ് പഠിച്ചവരാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നിന്ന് ഡെറിവേഷൻസും പിന്നെ അതുപോലെ തന്നെ ന്യൂമറിക്കൽസും എല്ലാം അതിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കുറേ വീഡിയോസ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ടോപ്പിക്സിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിനി അധികം സംസാരിക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. സോ മാർച്ച് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് എ കോഡ് സോളിനോയിഡ് ഹാസ് 1000 ടേൺസ് പെർ മീറ്റർ ആൻഡ് ക്യാരീസ് എ കറണ്ട് ഓഫ് 2 ആംപിയർ. കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. ശരിക്കും മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ വരുന്ന ഒരു ടേം ആണ്. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് H is equal to N into I ആണ്. ഓക്കെ, H is equal to N into I ആണ്. ആംപിയർ ടേൺസ് എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം, ആംപിയർ ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ശരിക്കും ഇതിൻ്റെ ഇക്വേഷൻ H is equal to NI/L ആണ്, പക്ഷേ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണല്ലോ സ്മോൾ n എന്ന് പറയുന്നത്. അപ്പോൾ H is equal to small n into I ആണ്. അപ്പോൾ അത് പറയുമ്പോഴാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ടേംസ് ആണ് അതൊക്കെ കേട്ടോ. അതുപോലെ തന്നെ ഡയാ പാരാ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസിൻ്റെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നമ്മുടെ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ആ നോട്ട്സ് എല്ലാം അപ്ലോഡ് ചെയ്ത കൂട്ടത്തിൽ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൻ്റെ നോട്ട്സും ഉണ്ട് അതിനകത്ത്. ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാത്തവർ അതിലേക്ക് ജോയിൻ ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. ഇനി അഥവാ നിങ്ങൾക്ക് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മിസ്സിനോട് പേഴ്സണലായിട്ട് വാട്സപ്പിൽ ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണെങ്കിലും അത് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ H is equal to NI ആണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ സോളിനോയിഡ് എന്നൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആണെന്ന് വിചാരിക്കരുത്. അതാണെങ്കിൽ പറയും മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ B is equal to mu0 NI ആണ് ഇക്വേഷൻ അല്ലേ, സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. പക്ഷേ ഇവിടെ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ചോദിച്ചിരിക്കുന്നതുകൊണ്ട് H is equal to NI ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ 1000 ടേൺസ് പെർ മീറ്റർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതാണ് എന്ത്, സ്മോൾ n എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇൻറ്റു കറണ്ട് എത്രയാണ് 2. അപ്പോൾ എത്രയാണ് വരുന്നത് 2000 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 2000. അപ്പം ഇതിൻ്റെ യൂണിറ്റ് എന്താണ് വരിക, ടേൺസ് പെർ, എന്നിൻ്റെ യൂണിറ്റ് എന്താണ്, ടേൺസ് പെർ മീറ്റർ അല്ലേ, ബൈ മീറ്റർ. അപ്പോൾ എന്താണ്, ആംപിയർ ബൈ മീറ്റർ ആണ് എന്ത് വരുന്നത്, യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി, ആംപിയർ പെർ മീറ്റർ. That is the unit of magnetic field intensity. Ampere turns per unit length ആണല്ലോ. ഓക്കെ, ഇനി അപ്പോൾ അത് മനസ്സിലായല്ലോ അല്ലേ. യെസ്, രണ്ടാമത്തെ ചോദ്യം. ഈ രണ്ടാമത്തെ ചോദ്യം ഒരുപാട് ചോദ്യ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ സ്കൂളിലൊക്കെ പരീക്ഷകൾ ഇട്ടപ്പോഴും കണ്ടിട്ടുണ്ടാകും. അതുമല്ല ഈ 2021 മുന്നേ ഉള്ള വർഷങ്ങളിലൊക്കെ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. കറണ്ട് ഇൻ എ സർക്യൂട്ട് ഫോൾസ് ഫ്രം 5 ആംപിയർ ടു 1 ആംപിയർ ആണ്. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 5 ആംപിയർ ടു 1 ആംപിയർ ആണ് ഇൻ 0.1 സെക്കൻഡ്സ്. ഇഫ് ആൻ ആവറേജ് EMF ഓഫ് 200 വോൾട്ട് ഇസ് ഇൻഡ്യൂസ്ഡ്, കാൽക്കുലേറ്റ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്, ഫാരഡേയുടെ ഇക്വേഷൻ ആണ്. എന്താണ് ഫാരഡേയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈസ് ഈക്വൽ ടു EMF ഇൻഡ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു -d∅/dt ആണ് ഫാരഡേയുടെ ഇക്വേഷൻ അല്ലേ. പക്ഷേ ഫൈ എന്ന് പറയുന്നത് നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ടേംസിൽ ഫൈക്ക് പകരം എന്ത് കൊടുക്കാം, L into I എന്ന് കൊടുക്കാം അല്ലേ. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനകത്തും ഫൈക്ക് പകരം L into I എന്നൊന്ന് കൊടുത്തേ. അപ്പോൾ എന്താ വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു -d/dt ഓഫ് ഫൈക്ക് പകരം L into I എന്ന് കൊടുക്കുക. L എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ നമുക്ക് ഈ ഡിഫറൻസിയേഷൻ്റെ പുറത്ത് വെക്കാം, -L into di/dt. അപ്പോൾ EMFൻ്റെ ഇക്വേഷൻ എന്താണ്, ഇൻ ടേംസ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഇറ്റ് ഈസ് -L into di/dt. എന്താണ് di/dt എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ കറണ്ട് പെർ ടൈം അല്ലേ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കിക്കേ. current in a circuit falls from 5 ampere to 1 ampere. അപ്പോൾ ഇവിടത്തെ ഇനീഷ്യൽ ആയിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് I1 എന്ന് പറയുന്നത് 5 ആംപിയറും I2 എന്ന് പറയുന്നത് 1 ആംപിയറും ആണ്.
ടൈം തന്നിട്ടുണ്ട് 0.1 സെക്കൻഡ്സ് ആണ്, EMF തന്നിട്ടുണ്ട് 200 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഇതിനകത്ത് EMFിൻ്റെ ഇക്വേഷൻ ഇപ്പം നമ്മൾ എഴുതി, E is equal to minus L into di by dt എന്ന് കൊടുത്തു അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. അപ്പോൾ 1 മൈനസ് 5 ഡിവൈഡഡ് ബൈ 0.1 വിച്ച് ഇസ് ഈക്വൽ ടു ഇ എത്രയാണ്? ഇ എസ് 200. അപ്പോൾ മൈനസ് എൽ ഇൻറ്റു -4/0.1 അല്ലേ? ഈ മൈനസും കട്ടായി പോയി അല്ലേ? 4/0.1 എന്ന് പറയുന്നത് എത്രയാണ് വരിക? 40 അല്ലേ? 4/0.1 is 40. അറിയാലോ, മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെസിമൽ പോവും ഡിനോമിനേറ്ററിൽ. അപ്പോൾ മുകളിൽ എന്തായി? 40യും താഴെ 1ഉം കിട്ടി. അപ്പോൾ 200 is equal to 40 L ആണ്. Therefore L is equal to 200/40 ആണ്. 20/4 is 5 ഹെൻറി. കണ്ടോ, ഇത് ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ തെറ്റിപ്പോവരുത്. E is equal to minus L into di by dt ആണ്. di എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കറണ്ട് ആണ്, അതായത് ഫൈനൽ കറണ്ട് മൈനസ് ഇനീഷ്യൽ കറണ്ട് ചെയ്താൽ മതി. സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇതുപോലെ എങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫാരഡേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് E is equal to minus d5 by dt എന്നും അല്ലെങ്കിൽ E is equal to minus L into di by dt, ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഫാരഡേയുടെ ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കാണാം ഒരുപാട് വർഷങ്ങളിൽ ഇപ്പം തന്നെ 2021 ശേഷം തന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 2-3 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുണ്ട്. എന്താണ്? ലെൻസ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ്, എന്തുവാണ് ആൻസർ? എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്താണ് ലെൻസ് ലോ? ഫാരഡേയുടെ ലോ എന്തൊക്കെയാ? ഫസ്റ്റ് ലോ, ചിലപ്പോൾ നാളത്തെ ചോദ്യ പേപ്പറിൽ അത് കാണാം കേട്ടോ. ഫാരഡേസ് ലോ, ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF is induced in the coil. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോയും. എന്താണ്? when the magnetic flux linked with the coil changes and EMF is induced in the coil. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാപ്റ്റർ ഉണ്ട് കേട്ടോ, അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. രണ്ടാമത്തെ ലോ എന്താണ് പറഞ്ഞത്? ഫാരഡേ പറഞ്ഞു the magnitude of the EMF induced is equal to, എന്താണ്? E is equal to minus d5 by dt എന്ന് പറഞ്ഞു. അപ്പോൾ മൈനസ് ഒന്നും ഫാരഡേ അന്നേരം പറഞ്ഞില്ല, മൈനസ് പിന്നീടാണ് വന്നത്. E is directly proportional to the change in magnetic flux per unit time എന്നാണ് പറഞ്ഞത്. പക്ഷേ ലെൻസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അതിനൊരു ഡയറക്ഷനും കൂടെ പറഞ്ഞു. എങ്ങനെയാണ് EMFിൻ്റെ ഡയറക്ഷൻ വരുന്നത്? എന്ത് കാരണം കൊണ്ടാണോ അവിടെ EMF ഇൻഡ്യൂസ്ഡ് ആയത് ആ കാരണത്തിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും EMFിൻ്റെ ഡയറക്ഷൻ. എന്താണ് EMFിൻ്റെ ഡയറക്ഷൻ? എന്ത് കാരണം കൊണ്ടാണോ അവിടെ EMF ഇൻഡ്യൂസ്ഡ് ആയത്. അപ്പം നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നത് കൊണ്ടാണ് EMF ഇൻഡ്യൂസ്ഡ് ആയത് അല്ലേ? പക്ഷെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ഒന്നുകിൽ കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന മാഗ്നറ്റ് അടുത്തേക്ക് വരുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ മാഗ്നറ്റ് ദൂരേക്ക് പോകുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ കറണ്ട് കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, ആ കറണ്ട് കൂടുന്നത് കാരണം മാഗ്നറ്റിക് ഫീൽഡ് മാറാം, കറണ്ട് കുറയുന്നത് കാരണം മാഗ്നറ്റിക് ഫീൽഡ് മാറാം. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ മാറാം. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണോ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തത് ആ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ലെൻസ് മാഗ്നറ്റിക് ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നതാണ് ആര് പറഞ്ഞത്? ലെൻസ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ലെൻസിൻ്റെ ലോ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ടാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലെൻസ് ലോ പറഞ്ഞു അവിടെ മെക്കാനിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത്. എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് EMF ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ടല്ലേ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ. EMF കാരണം അവിടെ കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ട്. പക്ഷേ ഈ കറണ്ട് കാരണം അവിടെ ഇലക്ട്രിക്കൽ എനർജി വരുന്നത് ഇലക്ട്രിക്കൽ എനർജി പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടാവുന്നതല്ല, അവിടെ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ആവുന്നതെന്ന് ലെൻസ് പറഞ്ഞു. അപ്പം ലെൻസ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അടുത്ത ചോദ്യം, a jet plane is traveling towards west at a speed of 1800 km/h. അപ്പോൾ v തന്നിരിക്കുന്നത് 1800 km/h. What is the voltage difference between the ends of the wings having a span of 25 meter? അതായത് ഈ വിങ്ങിൻ്റെ പ്ലെയിനിൻ്റെ വിങ്സിൻ്റെ നീളം എന്ന് പറയുന്നത് 25 meters എന്ന് തന്നിട്ടുണ്ട്. The vertical component of the Earth's magnetic field is 2.9 into 10⁻⁴ ടെസ്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് EMF എത്രയാണെന്നല്ലേ? വോൾട്ടേജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ EMF, അതായത് മോഷണൽ EMF ആണിത്. ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് BLV ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
2.9 into 10 raised to minus 4 into length 25 ആണ് into v എന്ന് പറയുന്നത് 1800 കിലോമീറ്റർ പെർ അവറിലാണ്. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഇതിൻ്റെ കൂടെ 5/18 മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതും കട്ടായി കഴിഞ്ഞാൽ ഇവിടെ 100 കിട്ടും. സോ 500 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 500 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വോൾട്ടേജ് ഡിഫറൻസ് കിട്ടും. 2.9 into 10 raised to minus 4 into 25 into എന്താ ചെയ്താൽ മതി? 500 ചെയ്യുക. ബി എൽ ബി മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇത് ചെയ്ത് കഴിയുമ്പം EMF ഇൻഡ്യൂസ്ഡിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ദിസ് ഇസ് മോഷണൽ EMF. ഓക്കെ, അപ്പോൾ 2022 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അല്ല, മോഡലിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? യെസ്, മോഡലിനുണ്ട്. ആൻഡ് EMF is induced in a coil due to the change of flux in the same coil. This phenomenon is called ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണോ കറക്റ്റ് ആൻസർ, അതോ സെൽഫ് ഇൻഡക്ഷൻ ആണോ? സെൽഫ് ഇൻഡക്ഷൻ എന്ന് എഴുതണം കേട്ടോ. കാരണം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇൻ ദ സെയിം കോയിൽ. ആൻഡ് EMF is induced in a coil due to the change of flux in the same coil എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദിസ് phenomenon is called സെൽഫ് ഇൻഡക്ഷൻ. Derive an expression for the energy stored in an inductor. Expression for energy stored നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ വീഡിയോയിൽ എനർജി സ്റ്റോറിൻ്റെ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അതറിയാത്തവരൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. എളുപ്പമുള്ള ഡെറിവേഷനാണ്. അപ്പോൾ നമുക്കിനി ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെറിവേഷൻസിലേക്ക് പോകുന്നില്ല. ഓൾറെഡി നമ്മുടെ ചാനലിലുള്ളതിൻ്റെ ലിങ്ക് ഞാൻ അതിനകത്തേക്ക് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ U is equal to half LI² ആണ് നമ്മുടെ ഇക്വേഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ കേട്ടോ. അത് പഠിച്ചേക്കണേ. L എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. I എന്ന് പറയുന്നത് കറണ്ട് ആണ്. U എന്താണ്? എനർജി. ഓക്കെ, അടുത്ത ചോദ്യം. A transformer is used to change alternating voltage from one to another of greater or smaller value. നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിലും ട്രാൻസ്ഫോമറിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലാണ് ട്രാൻസ്ഫോമർ പഠിപ്പിക്കുക, ചില സ്ഥലത്ത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ കൂടെയാണ് പഠിപ്പിക്കുക. അതുപോലെ AC ജനറേറ്ററും ചിലപ്പോൾ EMIയുടെ കൂടെ പഠിപ്പിക്കും, ചിലപ്പോൾ AC കൂടെ പഠിപ്പിക്കും. അപ്പോൾ അത് നിങ്ങൾ ഏതിൽ ആണെങ്കിലും അങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ വരാം കേട്ടോ. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ഇന്നലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ കൂട്ടത്തിലും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. Which principle is used in transformer? ട്രാൻസ്ഫോമറിൽ വരുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. AC ജനറേറ്ററിൽ വരുന്നതാണ് എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്? ഇപ്പോൾ ഇതുപോലെ 2 കോയിൽ ഉണ്ടെങ്കിൽ ഒരു കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നത് കാരണം തൊട്ടടുത്തുള്ള കോയിലിലാണ് കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവുന്നതെങ്കിൽ അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ. ദെൻ എ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ്. അപ്പം നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ ഇക്വേഷനൊക്കെ അറിയായിരിക്കും അല്ലേ? എന്താണ്? ES എന്ന് പറയുന്നത് എന്താണ്? EMF induced in the secondary coil by EMF induced in the primary coil is equal to NS by NP, which is equal to IP by IS. ഇവിടെ മാത്രമാണ് തിരിഞ്ഞു വരുന്നത്. ES by EP is equal to NS by NP is equal to IP by IS കേട്ടോ. ഇതാണ് ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ് ഇൻപുട്ട് പവർ അറ്റ് 2300 വോൾട്ട്. അപ്പോൾ ഇൻപുട്ട് പവർ, അതായത് പവർ ഇൻപുട്ടിലാണ് 2300 വോൾട്ട്. ദാറ്റ് ഇസ് EP ആണ് തന്നിരിക്കുന്നത് 2300 വോൾട്ട് എന്ന്. To a step down transformer with a primary coil having number of turns 4000. അപ്പോൾ number of turns in the primary തന്നിട്ടുണ്ട് 4000 turns ആണ്. What should be the number of turns in the secondary? NS കണ്ടുപിടിക്കണം. In order to get output power at 230 volt. അപ്പോൾ ES തന്നിരിക്കുന്നത് എത്രയാണ്? 230 വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. കണ്ടോ? ഇങ്ങനെ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഇതുപോലെ ഇക്വേഷൻസ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റിന് പ്രത്യേകിച്ചും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ഒരു ന്യൂമറിക്കലും ചോദിച്ചതായിട്ട് കേട്ടിട്ടില്ല. പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു, 2010-11 അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ന്യൂമറിക്കൽസ് ഒന്നും ചോദിക്കാറില്ല. പക്ഷേ ഇക്വേഷൻസ് അറിയണം. ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള അങ്ങനത്തെ രീതിയിലുള്ള ന്യൂമറിക്കൽസേ ചോദിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ES by EP is equal to NS by NP വെച്ചിട്ട് ചെയ്തുകൂടെ? ഇത് നമുക്ക് ES by EP is equal to NS by NP. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? NS ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ES NP divided by EP, that is equal to NS അല്ലേ? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ചെയ്തോളൂ അല്ലേ? ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ES NP by EP ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക കേട്ടോ.
ഓക്കെ, ചെയ്ത് തരണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമല്ലോ അല്ലേ. നമുക്ക് കാൽക്കുലേറ്ററൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുപോലെ കട്ടായി പോകുന്ന വാല്യൂസൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആൻ AC ജനറേറ്റർ? നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ. വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF is induced in the coil. അതാണ് AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് AC ജനറേറ്റർ. AC ജനറേറ്ററിനകത്ത് എന്തൊക്കെ വരയ്ക്കാനുണ്ട്? ഒരു കോയിൽ വരയ്ക്കണം, പിന്നെ 2 സ്ട്രോങ് മാഗ്നറ്റ്സ് വരയ്ക്കണം, സ്ലിപ്പ് റിങ്സ് വരയ്ക്കണം, 2 കാർബൺ ബ്രഷസ് വരയ്ക്കണം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വരയ്ക്കാൻ ഇത്രയേ ഉള്ളൂ. ഒരു കോയിൽ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഒരു കോയിൽ ഇങ്ങനെ വരയ്ക്കുക. ദെൻ 2 റിങ്സ് വരയ്ക്കുക. ഒരു റിങ്ങിലേക്ക് ഒരു കോയിലിൻ്റെ ഒരു സൈഡും മറ്റേ റിങ്ങിലേക്ക് ഇവിടെ ഇതും കണക്റ്റായി അല്ലേ. ഈ റിങ്ങിനെ നമുക്ക് R1 എന്ന് പേര് കൊടുക്കാം, ഇത് R2 എന്ന് പേര് കൊടുക്കുക. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു കാർബൺ ബ്രഷ് ഉണ്ട്, ഇവിടെയും കാർബൺ ബ്രഷ് ഉണ്ട്, ഇവിടെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. ABCD എന്ന് പറയുന്നതാണ് നമ്മുടെ കോയിൽ, ആർമേച്ചർ കോയിൽ. ഇവിടെ ഒരു മാഗ്നറ്റിക് പീസ് ഉണ്ട്, ഇവിടെ വേറൊരു മാഗ്നറ്റിക് പീസ് ഉണ്ട്. അപ്പോൾ ഇത് 4 എണ്ണമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ഇൻ AC ജനറേറ്റർ. ഏതൊക്കെയാണ്? ആർമേച്ചർ കോയിൽ ഉണ്ട്, 2 സ്ട്രോങ് മാഗ്നറ്റ്സ് ഉണ്ട്, 2 റിങ്സ് ഉണ്ട്, 2 ബ്രഷസ് ഉണ്ട്. ബ്രഷസിന് പേര് കൊടുക്കാം B1 B2. ബ്രഷസ് എന്ന് പറഞ്ഞാൽ കാർബൺ ബ്രഷസ് ആണ്, കാരണം അതിലൂടെയാണ് കറണ്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യും അല്ലേ. അവിടെ എന്ത് കൺവേർഷൻ, എനർജി കൺവേർഷനാണ് നടക്കുന്നത്? മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. സോ വെൻ യു റൊട്ടേറ്റ് ദ ആർമേച്ചർ കോയിൽ, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ടാവും അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ടാവുമ്പോൾ ഇവിടേക്ക് EMF ഇൻഡ്യൂസ്ഡ് ആകും. EMF ഇൻഡ്യൂസ്ഡ് ആയത് കാരണം അവിടെ കറണ്ട് ഇൻഡ്യൂസ്ഡ് ആകും. ഈ കറണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സൈക്കിളിൽ B1 നിന്നും B2ലേക്കാണ് കറണ്ട് പോകുന്നതെങ്കിൽ EMF ഇൻഡ്യൂസ്ഡ് ആകുന്നതിൻ്റെ കറണ്ട് ഡയറക്ഷൻ തരുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്? ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇവിടെ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ കോയിൽ ഈസ് റൊട്ടേറ്റഡ്. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. സോ ദ മിഡിൽ ഫിംഗർ ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഫാദർ, മദർ, ഐ എന്ന് ഓർത്താൽ മതി. ഫാദർ, F ഫോർ ഫോഴ്സ്, നമ്മൾ കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ്. ഇത് M ഫോർ മദർ, മദർ ഫോർ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്നും സൗത്തിലേക്ക്. ഇതെന്താണ്? ഐ അല്ലെങ്കിൽ ചൈൽഡ് എന്ന് ഓർക്കുക. ദാറ്റ് ഈസ് കറണ്ട്. ഐ എന്ന് പറയുന്നത് കറണ്ട് തന്നെയല്ലേ. അപ്പോൾ കറണ്ട് അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? കറണ്ട് ഡയറക്ഷനാണ് നമ്മൾ ഈ സെൻട്രൽ ഫിംഗർ വെച്ചിട്ട് തരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് B1 നിന്ന് B2ലേക്കായിരിക്കും. ഇനി ഇത് കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അടുത്ത സെക്കൻഡ് ഹാഫ് റൊട്ടേഷനിൽ എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇസ് ഫ്രം B2 ടു B1 ആയിരിക്കും. അപ്പോൾ ഓരോ ഹാഫ് റൊട്ടേഷനിലും കറണ്ടിൻ്റെ ഡയറക്ഷൻ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ റിവേഴ്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വർക്കിംഗ് ചോദിക്കുമ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി. വെൻ ദ കോയിൽ ഈസ് റൊട്ടേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ റൊട്ടേഷൻ എന്താണ്? ആൻ EMF ഇസ് ഇൻഡ്യൂസ്ഡ് ബിക്കോസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ എന്താണ്? ചേഞ്ച്ഡ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അവിടെ കട്ടാവും. അപ്പം ദ എക്സ്റ്റേണൽ സർക്യൂട്ട് കറണ്ട് ഫ്ലോസ് ഫ്രം B1 ടു B2. ഇനി തിരിച്ച് പിന്നെ നമ്മൾ അടുത്ത ഹാഫ് റൊട്ടേഷൻ ആകുമ്പം കറണ്ട് ഫ്ലോസ് ഫ്രം B2 ടു B1. അങ്ങനെ സിമ്പിൾ സെൻറ്റൻസസിൽ എഴുതിയാൽ മതി, ഈ ഡയഗ്രാം വരച്ചാൽ മതി. നമുക്ക് വർക്കിംഗ് ആയി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ട്സ് ഉണ്ട്. ഞാൻ നോട്ട്സൊക്കെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നൗ സേ എക്സാമിനേഷന് 2022 സേ എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലെൻസ് ലോ ഇസ് എ കോൺസിക്വൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. സ്റ്റേറ്റ് ലെൻസ് ലോ എന്താണ്? ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ഇസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ കോസ് ദാറ്റ് പ്രൊഡ്യൂസസ്. ഓക്കെ, എന്താണ്? എന്ത് കാരണം കൊണ്ടാണോ EMF ഇൻഡ്യൂസ്ഡ് ആവുന്നത് ആ കാരണത്തിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഡയറക്ഷൻ ഓഫ് EMF ഇൻഡ്യൂസ്ഡ്. ഓക്കെ, അതാണ്. Of which of the following the EMF induced in a coil does not depend on? EMF എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യും, റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം E ഈസ് ഈക്വൽ ടു N ഇൻറ്റു d∅/dt. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേൺസിനെ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ റെസിസ്റ്റൻസ് ഓഫ് ദ കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. പക്ഷേ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻഡ്യൂസ്ഡ് കറണ്ട് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി 2023 മോഡൽ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ലെൻസ് ലോ. എഗെയിൻ കണ്ടോ, 3ാമത്തെ പ്രാവശ്യം ചോദിച്ചിരിക്കുക. ലെൻസ് ലോ ഇസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ചിലപ്പോൾ നാളെയും കൂടെ ചോദിക്കാനൊരു ചാൻസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ എക്സാമിനേഷന് ചോദിക്കാനൊരു ചാൻസ് ഉണ്ട്. ഡിഫൈൻ സെൽഫ് ഇൻഡക്റ്റൻസ്
ആൻഡ് ഹാവ് എൻ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ. ഇതൊക്കെ നമ്മുടെ നോട്ടിലുള്ളതാണ്. ഞാൻ അത് നോട്ടിൽ മാത്രമല്ല, നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ വീഡിയോ ചെയ്തതിലും ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്, അതിനകത്തുണ്ട്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. സെൽഫ് ഇൻഡക്റ്റൻസും സെൽഫ് ഇൻഡക്ഷനും കുട്ടികൾ എപ്പോഴും മാറി തിരിച്ച് എഴുതാറുണ്ട്. സെൽഫ് ഇൻഡക്ഷൻ എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ആ ഫിനോമിനെ പറയുന്നതാണ് സെൽഫ് ഇൻഡക്ഷൻ. എന്ത്? ഒരു കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുമ്പോൾ ആ കോയിലിൽ തന്നെ EMF ഇൻഡ്യൂസ്ഡ് ആവുന്നതിനെയാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ആ ഫിനോമിൻ. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് അതിനകത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വെച്ചാൽ റെസിസ്റ്ററും റെസിസ്റ്റൻസും അല്ലേ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അല്ല, റെസിസ്റ്ററും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡക്ടറും ഇൻഡക്റ്റൻസും ആണ്. റെസിസ്റ്ററും റെസിസ്റ്റൻസും പോലെ അല്ല. ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഫിനോമിനാണ്, അവിടെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. പക്ഷേ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് അതിനകത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതുപോലെ ഞാൻ റെസിസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ റെസിസ്റ്റർ എന്ന് പറയുന്നത് ആ മെറ്റീരിയലാണ് റെസിസ്റ്റർ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ മെറ്റീരിയൽ കാണിക്കുന്ന പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ്. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കപ്പാസിറ്ററും കപ്പാസിറ്റൻസും, റെസിസ്റ്ററും റെസിസ്റ്റൻസും, ഇൻഡക്ഷനും ഇൻഡക്റ്റൻസും ഒക്കെ അല്ല. അതുപോലെ ഇൻഡക്ടർ എന്ന് പറയുന്നത് ആ കോയിലിനെയാണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് എല്ലാവർക്കും വരാറുണ്ട്. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ അറിയാം അല്ലേ. ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് മാറുമ്പോൾ അവിടെ കറണ്ട് ഇൻഡ്യൂസ്ഡ് ആകുമെന്ന് പറഞ്ഞു അല്ലേ. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഫൈക്ക് പകരം L × I എന്ന് കൊടുക്കുക. L എന്ന് പറയുന്നതാണ് ഇവിടെ സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ L = 5/I ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആംപിയർ എന്ന് കൊടുക്കുകയാണെങ്കിൽ L എന്ന് പറയുന്നത് എന്താണ്? 5 എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡിഫിനിഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ വെൻ യൂണിറ്റ് കറണ്ട് ഇസ് പാസിങ് ത്രൂ ഇറ്റ്. ഒരു കോയിലിലൂടെ 1 ആംപിയർ കറണ്ട് പോകുമ്പോൾ ആ കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അതിനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം കറണ്ട് അതിലൂടെ പോകുന്നു അതിനനുസരിച്ച് ആ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 1 ആംപിയർ കറണ്ടാണ് പോകുന്നതെങ്കിൽ ആ കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ. ഇക്വേഷൻ എന്താണ് വരുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് L = μ0 n² A ആണ്. μ0 n² A. n എന്താണ്? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. A എന്താണ്? ഏരിയ ഓഫ് ദ കോയിൽ ആണ്. μ0 ഇസ് ദ മാഗ്നറ്റിക് പെർമിബിലിറ്റി. ഓക്കെ, അടുത്തത് മാർച്ച് 2023, അതായത് ഇപ്പം കഴിഞ്ഞ എക്സാമിനേഷൻ, ഇപ്പം +2 പാസ്സായ കുട്ടികൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ്. സ്റ്റേറ്റ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഏതൊക്കെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ലോ? ഫസ്റ്റ് വൺ ഇസ് ഫാരഡേയുടെ ലോ. ഏതൊക്കെയാണ്? ഫാരഡേയുടെ ഫസ്റ്റ് ലോ നമുക്കറിയാം അല്ലേ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഡെഫിനേഷൻ തന്നെ വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. രണ്ടാമത്തത് ദ EMF ഇൻഡ്യൂസ്ഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ. പിന്നെന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് അതിൻ്റെ കൂടെ ലെൻസ് ലോയും കൂടെ എഴുതിയേക്കണം. ഈ ലെൻസ് ലോ എന്താണ്? അക്കോർഡിംഗ് ടു ലെൻസ് ലോ ദ ഡയറക്ഷൻ ഓഫ് EMF ഇസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ കോസ് ദാറ്റ് പ്രൊഡ്യൂസസ് അല്ലേ. അപ്പോൾ E = നമ്മൾ ലെൻസ് ലോയും ഫാരഡേയുടെ ലോയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് E = -dφ/dt എന്ന് കൊടുക്കുന്നത്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ EMF ജനറേറ്റഡ് ബൈ ആൻ AC ജനറേറ്റർ. അതും ഒരു ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. EMFൻ്റെ ഇക്വേഷൻ അതൊന്ന് നോക്കിക്കോളൂ. E = -dφ/dt ആണ് നമ്മുടെ ഫാരഡേയുടെ ഇക്വേഷൻ അല്ലേ. പക്ഷെ നമുക്കറിയാം ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഫൈ ഇസ് ഈക്വൽ ടു B.A അല്ലേ. B.A ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അവിടെ BA cos θ ആണ്. അപ്പം തീറ്റ ഇസ് ദ നമുക്കിവിടെ എഴുതാം BA cos θ എന്ന് എഴുതാം. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് നമ്മൾ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ NBA cos θ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്കിത് അവിടെ കൊടുക്കാം -d/dt ഓഫ് ഫൈക്ക് പകരം NBA cos θ എന്ന് കൊടുക്കുക. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തീറ്റ എന്ന് പറയുന്നത് ω × T ആ. കാരണം ആംഗുലാർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പഠിച്ചിട്ടുണ്ടോ? ω = θ/t എന്ന് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് പഠിച്ചോളുക. അപ്പോൾ അതിനകത്ത് നമുക്ക് θ = എന്താ കിട്ടുന്നത്? ω × T എന്ന് കിട്ടും. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -d/dt ഓഫ് NBA cos ωt
ഓക്കെ, എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് ആണ്, ബി മാഗ്നറ്റിക് ഫീൽഡാണ്, എ എന്ന് പറയുന്നത് ഏരിയ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെല്ലാം കൂടെ എടുത്തിട്ട് ഡിഫറൻസിയേഷൻ്റെ പുറത്തേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ എന്താ കിട്ടാൻ നോക്കോ, ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ ഈസ് ഈക്വൽ ടു എന്നും ബിയും എയും ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചു, മൈനസ് ഉണ്ട് ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി, കോസ് ഒമേഗ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, കോസ് ഒമേഗ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് സൈൻ ഒമേഗ ടി എന്നാ കിട്ടുക അല്ലേ. അപ്പോൾ മൈനസ് എൻ ബി എ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി, പിന്നെ എന്ത് ചെയ്യണം, ഒമേഗ ടീനെ പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ ഈ മൈനസും മൈനസും കൂടെ എന്തായി, പ്ലസ് ആയി അല്ലേ. അപ്പോൾ എൻ ബി എ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് കിട്ടി, എന്ത്, ഇ എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഇ എം എഫ് മാക്സിമം ആവുക, ഇ എം എഫ് മാക്സിമം ആവുന്നത് സൈൻ ഒമേഗ ടി 1 ആകുമ്പോഴാണ്. അത് നമ്മളെപ്പോഴും ഈ ഫിസിക്സിലൊക്കെ കാണുന്നൊരു കാര്യമാണ്. ഒരു മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ അവിടെ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ സൈൻ ഒമേഗ ടിക്ക് പകരം 1 എന്ന് കൊടുക്കുക. സൈൻ ഒമേഗ ടിക്ക് 1 എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം വാല്യൂ എന്താണ്, E0. E0 ഇസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ ഇക്വേഷനകത്ത് എൻ ബി എ ഒമേഗയ്ക്ക് പകരം E0 എന്ന് കൊടുക്കാമല്ലോ. therefore E is equal to E0 sin ഒമേഗ ടി. ഇതാണ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആയതിൻ്റെ ഇക്വേഷൻ അല്ലേ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ എൽ സർക്യൂട്ടിലും സി സർക്യൂട്ടിലൊക്കെ അപ്ലൈഡ് ഇ എം എഫ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് ഈ ഇക്വേഷനാണ്, E is equal to E0 sin ഒമേഗ ടി. മനസ്സിലായോ ഡെറിവേഷൻ? നമ്മളെവിടെ നിന്നാണ് തുടങ്ങിയത്, ഫാരഡേയുടെ ഇക്വേഷൻ ആണ്, മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി എന്ന് തുടങ്ങിയതാണ്. ഫൈക്ക് പകരം എൻ ബി എ കോസ് തീറ്റ കൊടുത്തു, തീറ്റയ്ക്ക് പകരം ഒമേഗ ടി കൊടുത്തു, എന്നിട്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്തു, എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ എൻ ബി എ ഒമേഗയ്ക്ക് പകരം E0 കൊടുത്തു. സോ ഫൈനൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി എന്ന് കിട്ടി കേട്ടോ. ഈ ഡെറിവേഷൻ ഒന്ന് പഠിച്ചേക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിലും മോഡൽ എക്സാമിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ എക്സാമിനോ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ. നേരത്തെ പറഞ്ഞത് തന്നെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ, എന്താണ് വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ? നമ്മൾ ഇപ്പോൾ പ്രൈമറി കോയിലിൽ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നത് കാരണം സെക്കൻഡറി കോയിലിൽ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആകും, വിച്ച് ഈസ് ഗിവൺ ബൈ മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി, മൈനസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി, ദാറ്റ് ഇസ് മൈനസ് എൻ എസ് ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. അതുപോലെ തന്നെ സെക്കൻഡറി കോയിലിൽ ഇ എം എഫ് മാറുന്നത് കാരണം പ്രൈമറി കോയിലിൽ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആകും, വിച്ച് ഈസ് ഗിവൺ ബൈ മൈനസ് എൻ പി ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. അപ്പോൾ ഇക്വേഷൻ 1/2 ചെയ്ത് കഴിയുമ്പം ഡി ഫൈവ് ബൈ ഡി ടിയും ഡി ഫൈവ് ബൈ ഡി ടിയും കട്ടായി പോവും. അപ്പോൾ എന്താ കിട്ടുക, ഇ എസ് ബൈ ഇ പി ഇസ് ഈക്വൽ ടു മൈനസ് എൻ എസ് ബൈ മൈനസ് എൻ ബി, ദാറ്റ് ഇസ് എൻ എസ് ബൈ എൻ പി. ഇതാണ് വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ കേട്ടോ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, വോൾട്ടേജ് കൂട്ടാൻ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, വോൾട്ടേജ് കുറയ്ക്കാൻ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും കൂടുതൽ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണെങ്കിൽ പ്രൈമറി കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ ഓഫ് സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 2021 മുതൽ 22-23 വരെ ചോദിച്ച ചോദ്യങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്നും. ഇനി ഇതുപോലെ ഇ എം വേവ്സിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണുള്ളത്. പിന്നെ റേ ഓപ്റ്റിക്സും വേവ് ഓപ്റ്റിക്സിൻ്റെയും വീഡിയോ ഇപ്പം തന്നെ വരും, വെയിറ്റ് ചെയ്യാം. ബൈ.